അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള സഹോദരീ സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ തൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന കിതാബിൻ്റെ 2ാമത്തെ വാള്യം 39-ാം പേജിൽ പറയുന്നു, 6 വിഭാഗം സ്ത്രീകളെ നിങ്ങൾ വിവാഹം ചെയ്യരുത്. ലാ തൻകിഹു മിനൻ നിസാഇ സിത്തത്തൻ. 6 വിഭാഗം സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. ലാ അന്നാനത്തൻ വലാ മന്നാനത്തൻ വലാ ഹന്നാനത്തൻ വലാ തൻകിഹു ഹദ്ദ അദ്ദാക്കത്തൻ വലാ ബറാക്കത്തൻ വലാ ഷദ്ദാക്കത്തൻ. ഹന്നാനത്ത്, മന്നാനത്ത്, ഹന്നാനത്ത്, ഹദ്ദാക്കത്ത്, ബറാക്കത്ത്, ഷദ്ദാക്കത്ത് എന്നീ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. എന്താണ് അന്നാനത്ത് എന്ന് പറഞ്ഞാൽ? ആദ്യമായി പറഞ്ഞത് അന്നാനത്തിനെ നിങ്ങൾ വിവാഹം കഴിക്കരുത് എന്നാണ്. ആരാണ് അന്നാനത്ത്? ആർപ്പും വിളിയും കൂട്ടി വേദന പ്രകടിപ്പിക്കുന്ന സ്ത്രീ. ആ സ്ത്രീയെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല. വലാ മന്നാനത്തൻ. മന്നാനത്തിനെയും വിവാഹം കഴിക്കാൻ പാടില്ല. ആരാണ് മന്നാനത്ത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്നാലിന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തന്നില്ലേ എന്ന് ഭർത്താവിനോട് മേന്മ പറയുന്ന സ്ത്രീ മന്നാനത്ത്, മേന്മ പറയുന്ന സ്ത്രീ. ആ സ്ത്രീയെയും നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല. വലാ ഹന്നാനത്തൻ. ഹന്നാനത്തിനെയും വിവാഹം കഴിക്കാൻ പാടില്ല. ഹന്നാനത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? നേരത്തെ ഉണ്ടായിരുന്ന ഭർത്താക്കന്മാരോടും അവരിലുള്ള മക്കളോടും താൽപ്പര്യം പ്രകടിപ്പിക്കുന്ന സ്ത്രീ. ആ സ്ത്രീയെയും നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല. വലാ തൻകിഹു ഹദ്ദാക്കത്തൻ. ഹദ്ദാക്കത്തിനെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. ഹദ്ദാക്കത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? കണ്ണിൽ കാണുന്നതിനോടെല്ലാം താൽപ്പര്യം വരികയും അവ വാങ്ങിത്തരാൻ ഭർത്താക്കന്മാരെ നിർബന്ധിക്കുകയും ചെയ്യുന്ന സ്ത്രീ. ആ സ്ത്രീയും നിങ്ങൾ വിവാഹം കഴിക്കരുത്. വലാ ബറാക്കത്തൻ. ബറാക്കത്തിനെയും നിങ്ങൾ വിവാഹം കഴിക്കരുത്. ബറാക്കത്തിന് പണ്ഡിതന്മാർ 2 അർത്ഥങ്ങൾ വിവരിച്ചിട്ടുണ്ട്. ഒന്ന്, തിളക്കമുള്ള മുഖം ലഭിക്കാൻ വേണ്ടി പകൽ മുഴുവൻ മുഖം മിനുക്കി നടക്കുന്ന സ്ത്രീ. 2ാമത്തൊരർത്ഥം, ഭക്ഷണത്തിൻ്റെ പേരിൽ ദേഷ്യപ്പെട്ട് ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുകയും തൻ്റെ അവകാശികളിലെല്ലാം കുറച്ചിൽ പറയുകയും ചെയ്യുന്ന സ്ത്രീ. ഈ സ്ത്രീയെയും നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല. വലാ ഷദ്ദാഖത്തൻ. ഷദ്ദാഖത്തിനെയും നിങ്ങൾ വിവാഹം കഴിക്കരുത്. ആരാണ് ഷദ്ദാഖത്ത്? ധാരാളം സംസാരിക്കുന്ന സ്ത്രീ. ഈ 6 വിഭാഗത്തെ നിങ്ങൾ വിവാഹം കഴിക്കരുതെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ തൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ്റെ 2ാമത്തെ ജുസ് 39-ാം പേജിൽ പറഞ്ഞതായി കാണാം. ഒരിക്കൽ സായിഹുൽ അസ്ദി റളിയല്ലാഹു തആല അൻഹു കടൽ തീരത്ത് വെച്ച് ഇല്യാസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടി. അദ്ദേഹം സായിഉൽ അസ്ദി റളിയല്ലാഹു അൻഹുവിനോട് വിവാഹം ചെയ്യാൻ ഉപദേശിച്ചു. ശേഷം ബഹുമാനപ്പെട്ട ഇല്യാസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, 4 തരം സ്ത്രീകളെ നിങ്ങൾ വിവാഹം ചെയ്യരുത്. ലാ തൻകിഹ് അർബഅൻ.
അൽ മുഖ്തലിഅത്ത് വൽ മുബാരിഅത്ത് വൽ ആഹിറത്ത് വൻ നാഷിസ്. ഈ 4 വിഭാഗത്തെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല. ആദ്യം പറഞ്ഞത് മുഖ്തലിഅത്ത. എന്താണ് മുഖ്തലിഅത്ത് എന്ന് പറഞ്ഞാൽ? ന്യായമായ കാരണങ്ങളില്ലാതെ എന്നെ ഒഴിവാക്കിത്തരൂ എന്ന് ഭർത്താവിനോട് ആവശ്യപ്പെടുന്ന സ്ത്രീ. ആ സ്ത്രീയെ അങ്ങനത്തെ സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല. വൽ മുബാരിയത്തു, മുബാരിയത്തിനെയും നിങ്ങൾ വിവാഹം കഴിക്കരുത്. മുബാരിയത്ത് എന്ന് പറഞ്ഞാൽ ഭൗതിക സുഖസൗകര്യങ്ങൾ കൊണ്ട് മറ്റ് സ്ത്രീകൾക്ക് മുമ്പിൽ മേൽമ നടിക്കുന്ന സ്ത്രീ. അങ്ങനത്തെ മുബാരിയത്തിനെയും നിങ്ങൾ വിവാഹം കഴിക്കരുത്. വൽ ആഹിറത്ത്, ആഹിറത്ത് എന്ന് പറഞ്ഞാൽ അന്യപുരുഷന്മാർ കൂട്ടുകാരായിട്ടുള്ള സ്ത്രീ. അങ്ങനത്തെ സ്ത്രീകളെയും നിങ്ങൾ വിവാഹം കഴിക്കരുത്. വന്നാഷിസു, നാഷിസിനെയും വിവാഹം കഴിക്കരുത്. നാഷിസ് എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഭർത്താവിനേക്കാൾ മേലെയാകാൻ ശ്രമിക്കുന്ന സ്ത്രീ. അത്തരം സ്ത്രീകളെയും വിവാഹം കഴിക്കരുതെന്ന് ഇഹ്യാ ഉലൂമുദ്ദീനിൻ്റെ 2ാമത്തെ വാള്യം 39-ാം പേജിൽ നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഭാര്യന്മാരെയും മക്കളെയും എല്ലാവരെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.